തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ പശ്ചിമബംഗാൾ, ബീഹാർ സർക്കാരുകളുടെ തീരുമാനം. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നീക്കം വലിയ രാഷ്ട്രീയ നിയമപ്രശ്നങ്ങൾക്കാണ് തുടക്കമിടുന്നത്. പശ്ചിമബംഗാളിൽ ആദ്യമേ അധികാരത്തിലെത്തിയ BJP സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് SIR-ൽ പേരില്ലാത്തവർക്ക് റേഷൻ ഉൾപ്പെടെയുള്ള ഒരു ആനുകൂല്യവും നൽകേണ്ടെന്ന തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ SIR-ൽ നിന്ന് പുറത്തായെങ്കിലും ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകിയവർക്ക് ഇളവുണ്ടെന്നാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ വിശദീകരണം. അപ്പീൽ തള്ളിയാൽ ഇവരുടെ ആനുകൂല്യവും ഇല്ലാതാകും. ബീഹാറിൽ JDU നേതാവ് നിതീഷ് കുമാർ രാജിവെച്ച് സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സമ്രാട്ട് ചൌധരി അധികാരമേറ്റ് ഒരു മാസം തികയുന്നതേ. ബംഗാളിലേക്കാൾ കടുത്ത നടപടികളാണ് ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചത്. റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം മാത്രമല്ല, വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ നടപടി കൈക്കൊള്ളുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. SIR-ന് ശേഷം റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് 5 ലക്ഷത്തിലധികം പേരെ നീക്കം ചെയ്തതായി ബീഹാർ ഭക്ഷ്യമന്ത്രി അശോക് ചൌധരി പ്രതികരിച്ചു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മാത്രമാണ് SIR എന്നായിരുന്നു അധികൃതർ നേരത്തെ വിശദീകരിച്ചിരുന്നത്. എന്നാൽ അതുപയോഗിച്ച് ആനുകൂല്യങ്ങൾ നിഷേധിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ഇത് പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴി തുറക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.